ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതെ, ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് ഓടന്നൂരിലെ കുഞ്ഞു വിശേഷങ്ങൾ. ഇവിടെ രാവിലെ നേരത്തെ തന്നെ വെള്ളം വരും, പൈപ്പിൽ വെള്ളം വരും. അത് കഴിഞ്ഞ് ഒരു സമയമാണ്, ആ സമയം കഴിഞ്ഞാൽ അത് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ പൈപ്പിൽ വെള്ളം വരുമ്പോൾ തന്നെ കുളി കഴിയലും തുണി കഴുകിയിടലും കഴിയാണ്ട്. അപ്പോൾ കുഴിയിൽ പോണത് കൊണ്ട് തുണികളൊന്നും കഴുകിയിടുന്നില്ല. അല്ലാതെ ഇരിക്കുമ്പോൾ ചേച്ചി ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കുറച്ച് തുണികൾ കഴുകിയിടാനുള്ളതെങ്കിൽ രണ്ടാളും കൂടെ വീട്ടിൽ തന്നെ ചെയ്യും. അങ്ങനെ ദേ മുറ്റം അടിക്കൽ, വീട് ചുറ്റും അടിച്ചു വരാനുണ്ട്. മഞ്ജു ഉണ്ടെങ്കിൽ മഞ്ജുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ജു ഇല്ലാത്തതുകൊണ്ടാണ് മുറ്റം അടിക്കൽ ഞാൻ ചെയ്യുക. അമ്മായി ബാക്കിയുള്ളതൊക്കെ അടിച്ചു, പെണ്ണ് എണീറ്റിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എല്ലാവരുടെയും അടിച്ചൊന്ന് വൃത്തിയാക്കി വയ്ക്കുകയാണ്. ഡെയിലി ഇതന്നെയാണ്, ഡെയിലി ഇവിടുത്തെ പണികൾ തീരാത്തതിൻ്റെ പ്രശ്നം. ഈ വീട് ചുറ്റും അടിക്കാനുണ്ടേ, നിറച്ചും സ്ഥലമുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കും, ഇത്തിരി സ്ഥലമുള്ളതാണ് നല്ലത്. അപ്പോൾ പിന്നെ കുറച്ച് മുറ്റം അടിച്ചാൽ മതിയല്ലോ. ഇവിടെ ആണെങ്കിൽ നിറച്ചും സ്ഥലമുണ്ട്, അപ്പം നിറച്ചും മുറ്റം അടിക്കാനുണ്ട്. ഇതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ സ്ഥലവും. എൻ്റെ അമ്മയുടെ വീട് അലത്തൂരാണ്. അവിടെയും ഇതുപോലെ വീട് ചുറ്റും അടിച്ചു വരാണ്ട് നിറച്ചുണ്ട്. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കൊക്കെ സ്കൂളിൽ പൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും 2 മാസം അമ്മയുടെ വീട്ടിലായിരിക്കും. സ്കൂളിൽ പൂട്ടി ഉടനെ കുഞ്ഞമ്മ വിളിക്കാൻ വരും. അങ്ങനെ അവിടെയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അമ്മായി അടിച്ചു ഉണ്ടാവും. പിന്നെ ഞാനും എണീറ്റ് ഉടനെ ഓടിപ്പോയിട്ട് വേഗം അമ്മായിയുടെ അടുത്ത് നിന്ന് ഞാനും അടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും അങ്ങനെ കുറച്ചൊക്കെ അടിക്കും. ഇപ്പോഴാണ് എല്ലാവർക്കും സ്ഥലങ്ങൾ കുറവൊക്കെ ഉണ്ട്. സ്ഥലം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കുറച്ച് സ്ഥലമുള്ളവരാണ്. നമ്മളും നാട്ടിൻപുറത്തെ സ്ഥലം, നമുക്കൊക്കെ സ്ഥലം കുറവാണ് കേട്ടോ. ആകെ കുറച്ച് 4 സെൻറ്റ് സ്ഥലം അങ്ങനെയൊക്കെയുള്ളൂ. പക്ഷേ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും നിറച്ചും സ്ഥലമൊക്കെ ഉണ്ട്. സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ ജീവിത രീതി തന്നെയാണ്. നമ്മൾ നാടൻ ആൾക്കാർ, നാട്ടിൻപുറത്തെ ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ദേ പെണ്ണ് എണീറ്റ് കുളി കഴിഞ്ഞ് അവളും അടിച്ചു വരാൻ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ള് മരങ്ങളാണ് വീട് ചുറ്റും. ഇങ്ങനെ ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു ആദ്യം എൻ്റെ അമ്മയുടെ വീടും. ഇതുപോലെ കുറച്ചിങ്ങനെ കയറിയിട്ട് വീടിൻ്റെ നിറച്ചും സ്ഥലത്തിൻ്റെ നടുവായിട്ടാണ് ഒരു വീട്. ഇപ്പോഴൊക്കെ അതൊക്കെ മാറ്റം വന്നു കേട്ടോ. ഇവിടെയല്ല, എൻ്റെ അമ്മയുടെ വീട്ടിൽ. ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ തന്നെയാണ്, നിറച്ചും അടിച്ചു വരാനും അങ്ങനെ. അത് കഴിഞ്ഞ് രാവിലത്തെ ടിഫന് ഉപ്പുമാവ് തന്നെയാണ്. ഡെയിലി ഏകദേശം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റണത് ഉപ്പുമാവാണല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിനുള്ള പരിപാടി ചെയ്യണം. ചോറ് വയ്ക്കണം, സാമ്പാർ വയ്ക്കണം, എന്തെങ്കിലും ഒരു ഉപ്പേരി വയ്ക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അച്ചാറും ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ട്. അച്ചാറിനുള്ള മാങ്ങ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരതി പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. പെണ്ണിനെ കൊണ്ട് പെണ്ണെ അത് ചെയ്തു തരുമോ, പെണ്ണെ ഇത് ചെയ്തു തരുമോ, പെണ്ണിനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തേങ്ങ പൊട്ടിക്കലാണ് കേട്ടോ. പാവം കുട്ടീനേക്കാളും വലിയൊരു കൊടുവാളാണ്. പിന്നെ വേറെ മാമന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ തന്നെയാണ്. ഇപ്പോൾ ചേച്ചിയും മഞ്ജുവൊക്കെ 7 കഴിഞ്ഞതും എക്സാമാണ് പിള്ളേർക്ക് എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും ബാക്കി എല്ലാവരും തന്നെയുള്ളൂ. അങ്ങനെ അനൂപിനോട് തേങ്ങയൊക്കെ ചെരുവി തരാൻ പറയണം. എല്ലാത്തിനും ഹെൽപ്പർ. അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ. ബാക്കി ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരെയും ബുദ്ധിമുട്ടിക്കുക, അവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരെയും അങ്ങനെ വീഡിയോ എടുക്കാത്തത്. പിന്നൊന്ന് കല്യാണ വീടല്ല, അപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പണികൾ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മമ്മയുടെ ചടങ്ങൊക്കെ ഇന്നലെ തിങ്കളാഴ്ച കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ, ഇന്നലെ എല്ലാം 10-ാം തീയതിയാണ്, എല്ലാം ഭംഗിയായിട്ട് തന്നെ അമ്മയുടെ അവസരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അമ്മനെ ഉച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും, അതായത് മഞ്ജു ചേച്ചി, ഞാൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി കഴിച്ചിട്ടാണ് വന്നത്. ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ വീട്ടിലാണ് കഴിഞ്ഞു. അമ്മമ്മയുടെ പേര് പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതുപോലൊരു ഒന്നിച്ച് എല്ലാവരും കൂടെ ഇരിക്കണതില്ലല്ലോ. എല്ലാവർക്കും ഭയങ്കര സങ്കടവും അത് നമ്മൾ ഇറങ്ങി വരുമ്പോഴൊരു സങ്കടം ഉണ്ടാവുമല്ലോ. എല്ലാം ആകെ അങ്ങനെയൊരു എൻ്റെ പെണ്ണൊക്കെ കരഞ്ഞു. അത്ര നേരം എന്നോട് തല്ലുകൂടിക്കൊണ്ടിരുന്ന ആളാണേ. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരിക്കും. തല്ലുവടിയാണെങ്കിലും മഞ്ജു പറയും അമ്മായിമ്മയും മരുമകളാണോ ചോദിക്കും. തല്ലുവടിക്ക് തല്ലുവടിയാണ്. അന്ന് ആ സ്നേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഞാൻ
എൻ്റെ അമ്മയുടെ വീട്ടിൽ സ്കൂൾ പൂട്ടുമ്പോൾ വിരുന്ന് പോകുന്നത് പോലെയാണ് ആരതി അവളുടെ സ്കൂൾ പൂട്ടുമ്പോൾ ഇവിടെ വരുന്നതൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ഞാൻ എപ്പോഴും ആരതീനെ എന്നെ കാണുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും, പിള്ളേരുടെ കൂടെ, എൻ്റെ മാമൻ്റെ മക്കളുടെ കൂടെ അമ്മയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ആരതി എൻ്റെ പിള്ളേരുടെ കൂടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് എപ്പോഴും അതാണ് ഓർമ്മ. അങ്ങനെ ഏകദേശം അടുക്കളയിൽ അവിടുത്തെ പരിപാടികളൊക്കെ കുറച്ചൊന്ന് സെറ്റ് ആക്കി വെച്ച് സാമ്പാറിനുള്ളതൊക്കെ ആക്കി വെച്ചിട്ട് ഞാനും കുഞ്ഞാറ്റ വരുന്നില്ല പറഞ്ഞു. ഞാനും വരക്കുട്ടിയും ആരതിയും കൂടെ കുളിക്കാനല്ല തുണികൾ കഴുകിയിടാൻ വന്നു. ഇനി ഇങ്ങനെ പാടത്തൂടെ വരുന്നതും ഇതെല്ലാം മിസ്സിങ് ആണ് കേട്ടോ. നോക്ക് എന്ത് രസമാണ് അറിയാം. ഇവിടെ ആണെങ്കിൽ ചൂട് കുറവാണ്, പാടങ്ങളും പിന്നെ ഒന്ന് നിറച്ചും മരകുടീരങ്ങളൊക്കെ ആയിട്ടേ വീട് നമുക്ക് എപ്പോഴും നല്ല തണുപ്പാണ്. ചൂടേ ഉണ്ടായിരുന്നില്ല. പാലക്കാടിൻ്റെ ചൂട് അറിയാലോ, ഇപ്പം തന്നെ 40 ഡിഗ്രി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ രാത്രി അടക്കം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വാതിൽ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു ചൂടാണ് അറിയാം. ഇങ്ങനെ വാതിൽ തുറന്ന ഉടനെ മുഖത്തടിക്കും പോലെയാണ് ചൂട് വരുന്നത്. പക്ഷെ അവിടെ അങ്ങനെയില്ല, അവിടെ നല്ല തണുപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുഴയൊന്നും അടുത്തില്ല, കുറച്ച് ദൂരെ പോകാനുണ്ട് പുഴയ്ക്കൊക്കെ. എന്നാലും ഇപ്പോഴൊന്നും അങ്ങനെ പുഴയ്ക്കൊന്നും പോവാറേ ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ ഏട്ടനെ ലീവാണെങ്കിൽ ഏട്ടൻ നമുക്ക് പുഴയ്ക്ക് പോകാമെന്ന് ചോദിച്ചാൽ തുണികൾ കഴുകിയിടാനൊക്കെ ചിലപ്പോൾ 2 ദിവസത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കൂട്ടിയിട്ട് പോകാറുണ്ട്. ഇപ്പം പിന്നെ തീരെയില്ല, വീട്ടിൽ തന്നെയാണ് തുണികൾ കഴുകിയിടലേക്ക്. അപ്പോൾ നമുക്ക് ഈ കുഴിയിലേക്ക് പോകുമ്പോൾ കുറച്ച് വെള്ളവും നല്ലോണം തുണികൾ കഴുകാനും പിഴിഞ്ഞിടാനൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുഴിയിൽ വന്നിട്ടുണ്ട്. വരിക്കുട്ടിക്ക് പിന്നെ ഈ പാടത്തൂടെ ഇങ്ങനെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് പാടത്തൊക്കെ വെള്ളത്തിലേ. അതും അവൻ ഈ കുഴിയിലും ഒരു കുഞ്ഞു 2-3 മീനുണ്ട്. അവൻ അതന്നെ പെറുക്കൽ പണി, ആ മീനിനെയൊക്കെ പിടിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ പെണ്ണ് എനിക്ക് സോപ്പിട്ട് തരും, ഞാൻ വേഗം തിരുമ്പിയൊക്കെ എടുക്കും. പിന്നെ പിഴിഞ്ഞ് കൈയോടെ തന്നെ എൻ്റെ തിരുമ്മൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കൈയോടെ തന്നെ ഞാൻ അതിനെയൊക്കെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പോകാനാകുമ്പോഴേക്കും അത് വെള്ളമൊക്കെ കുറച്ച് കുറയുമല്ലോ. ഞാനിവിടെ എത്തിയപ്പോഴാണ് ഒരാൾ പറയുകയാണേ, ഞാൻ വിളിക്കാൻ വരാമെന്ന് വിചാരിച്ച് നിന്നതാണ്, അപ്പോഴേക്കും നിങ്ങളിവിടെ എത്തിയെന്ന്. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ തുണികൾ, അധികം കഴുകിയിടാനില്ല. അപ്പോൾ ഞങ്ങൾ വീട് 2 ആൾക്കും ഓരോ ബക്കറ്റേ ഉള്ളൂ. പിന്നെ പെണ്ണും എല്ലാം പിടിക്കാനും അവൾ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അവളൊക്കെ അടിപൊളിയായിട്ട് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഏകദേശം പണികളൊക്കെ ഓടിച്ചാടി ചെയ്ത ആളാണ്. അതുകൊണ്ട് ആൾക്ക് പണി ചെയ്യാനൊന്നും മടിയില്ല. അങ്ങനെ ഓടനൂരിൻ്റെ ഇതാണ് ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇനി അവിടെ നിൽക്കണില്ലല്ലോ, ഞങ്ങൾ വീട്ടിലേക്ക് വന്നതുകൊണ്ട് അവിടുന്ന് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് 7 കഴിഞ്ഞ് 8-9 ദിവസം അങ്ങനെ എന്തോ ആണ്. പിന്നെ വേറെ ആളുകൾ വരുന്നതിൻ്റെയും നമുക്ക് വേറെ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരുമല്ലോ. അമ്മായിയുടെയും അവരുടെ 2 അമ്മായിമാരാണ്, അവരുടെയൊക്കെ ആൾക്കാരും കുടുംബക്കാരൊക്കെ വരുമ്പോൾ പിന്നെ വെറുതെ നമ്മളിത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല. ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തിട്ടില്ല. തുണികൾ കൊണ്ട് ഇങ്ങനെ മുകളിൽ കയറുമ്പോഴേക്കും ബക്കറ്റിൽ നിന്ന് ഒരു തുണി താഴെ വീണു. പിന്നെ പെണ്ണ് പോയി അതൊന്നും കൂടെ പിഴിഞ്ഞിട്ട് വരികയാണ്. ഇങ്ങനെ എല്ലാം കുത്തിത്തിരികെ വെച്ചിട്ടേ നിറച്ചുണ്ടല്ലോ, ബക്കറ്റ് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊന്നും കൂടെ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകണം. വീടെത്തിയ ഉടനെ ക്ഷീണിക്കും, കാരണം ഉച്ചയായിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് രാവിലെ തന്നെ 10-11 മണിയാകുമ്പോഴല്ലേ വന്നത്. അങ്ങനെ ഇവിടെ എനിക്ക് 2 ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഒരാളുടെ വീട് കുറച്ച് അങ്ങനെ പോയാലുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഫോൺ ചെയ്ത് കുറച്ച് നേരം അരുവിൻ്റെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവരുടെ പാടവും പോകണം ഫ്രണ്ട്സ്. അവിടെ 2 ആളും ഉണ്ട്. 2 ആളുടെ അവിടെയും എല്ലാ പ്രാവശ്യം വേലയ്ക്ക് പോകുമ്പോഴാണ് പോവാറ്. ഇത്തവണ വേലയില്ലല്ലോ, വേലേൻ്റെ 2-3 ദിവസം മുന്നാണല്ലോ അമ്മമ്മ. അപ്പോൾ അങ്ങനെ പിന്നെ കുളി കഴിഞ്ഞ് വന്ന ഉടനെ റെസ്റ്റ്, അല്ല തുണികൾ കഴുകിയിട്ട് വന്ന ഉടനെ റെസ്റ്റ്. പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചും കൊണ്ട് അങ്ങനെ ഇരുന്നു. ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കാം. ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്ക് മതിയാവും. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇഞ്ചിയൊക്കെ ഏട്ടൻ മുറിച്ച് തന്നു, ഏട്ടനും രഞ്ജിയും എല്ലാവരും കൂടെ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതേ കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുകയാണ്. ഇഞ്ചിപ്പുളിയുടെ കാര്യമായിട്ടൊന്നും കാണിക്കണില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. ഇന്ന് സാമ്പാറും ഇഞ്ചിപ്പുളിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്.
രാത്രിയാണ്, നല്ലോണം രാത്രിയായിട്ടുണ്ട്. പിന്നെ ഇടയിലും ചായയും എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ഒരു ഉറക്കം കഴിഞ്ഞല്ലോ, ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടാണ് ഇഞ്ചിയൊക്കെ മുറിച്ച് തന്നത്. അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും ചോറ് കൊടുക്കട്ടെ. ഇലയിൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് 2 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ, സി.